ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മുടെ വേലയല്ലേ. അപ്പം ഞങ്ങളെല്ലാവരും ഒന്ന് കുളിച്ച് റെഡിയായി പിള്ളേരെയൊക്കെ പെറുക്കി കൂട്ടിയിട്ട് നമ്മളിന്ന് അമ്പലത്തേക്ക് പോകണം കേട്ടോ. ചേച്ചി ഏട്ടനും പിന്നാലെ വരാമെന്ന് പറഞ്ഞു. സാധാരണ ഞാൻ വിഷു ദിവസം അമ്പലത്തേക്ക് പോകാറുണ്ട്. ഇപ്രാവശ്യം പിന്നെ നമുക്ക് വിഷു ഇല്ലാത്തത് കാരണം നമ്മൾ വേല ദിവസം തന്നെയാണ് കേട്ടോ പോയിട്ടുള്ളൂ. വിഷുവിനന്ന് പിന്നെ ആരും പോയില്ല. ചേച്ചി ഏട്ടനും പിന്നാലെ വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ഇറങ്ങി കേട്ടോ. നമ്മൾ നല്ല നേരത്തെ ഒന്നും അല്ലാട്ട് വന്നിരിക്കണം. അത്യാവശ്യം കുറച്ച് ടൈം ആയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ചപ്പലപ്പൊന്നങ്ങളൊക്കെ തിരിച്ച് വന്ന് തൊഴുന്നതൊക്കെ മിത്തുവിന് കാണിച്ചു കൊടുത്തു. സാധാരണ വീട്ടിൽ വരുന്ന സമയത്ത് അവനെ കാണിച്ചു കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യം വീട്ടിൽ വന്ന സമയത്ത് അവൻ കണ്ടിട്ടില്ല, എണീറ്റിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് കുറച്ച് ലേറ്റായി എണീക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ വരാൻ നേരത്താണ് എണീറ്റ് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി വന്നത്. അത് കാരണം അമ്പലത്തിൽ വന്ന ശേഷമാണ് ഇതൊക്കെ കണ്ടത് കേട്ടോ. സ്വാമി തൊഴുതെന്നാണ് ഈ പറയണത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ആനേനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആന നിൽക്കണോടത്തേക്ക് പോകുന്നുണ്ടേ. ഹലോ ഗായ്സ്, കുഞ്ഞിപ്പെണ്ണിന് കളിപ്പാട്ടം മേടിച്ചിട്ട് പോകുന്നു. ഏട്ടൻ ഉണ്ണിക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് കൈ പിടിച്ച് പോകുന്നു. പൈസ കൊടുത്ത അച്ഛനാണെന്ന് മാത്രം അല്ലേ. ആമി ആമി നോക്കാം. ആന കാണാൻ പോ. ആന ആമി ആമി നോക്കണ സ്റ്റെപ്പ് ഉണ്ടവനോ. എന്താ ഒരു വ്ളോഗറായുള്ള അവസ്ഥ അല്ലേ. ഓരോ വീഡിയോയ്ക്ക് ഓരോ ഇതാണ്. ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് നോക്കണം പ്രത്യേകം അല്ലേ. നോക്കടാ, എത്ര ആനയുണ്ട് ഏട്ടാ? 2. മെല്ലെ അതാന്ന് തോന്നുന്നു. ഒരെണ്ണം അവിടെ ആമിൻതാത്താൻ്റെ അവിടെ നിൽക്കണ പറഞ്ഞു. പറമ്പില നിൽക്കണെന്ന് നമ്മ പറഞ്ഞു കേട്ടു. അവിടെ മാവിൻ്റെ വീട്ടിൽ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. ഇവിടെ 2 ഉള്ളൂ. അതാണ് ഞാൻ രാവിലെ കണ്ടത്. ആമി ആനാന്ന് പറയുമ്പോൾ പേടിയാണെങ്കിലും കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ മിത്തൂടിന് ആനേനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് മെല്ലെ പോന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഏട്ടന് വീട്ടിൽ വന്ന് കഴിച്ചിട്ട് വേണമല്ലോ ഇവർക്ക് അങ്ങോട്ട് പോകാത്തിൻ്റെ തിരക്കല്ലേ. പിന്നെ ഇനിയിപ്പോൾ വൈകിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബായ്.